അടുത്ത നമ്മൾ 7th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് ഇൻ എ നമ്പർ. അതായത് ഒരു പ്രോഗ്രാം ഒരു നമ്പറിനെ അകത്തോട്ട് വിളിച്ചിട്ട് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 and 5. അതായത് 3 5 വെച്ച് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ പ്രോഗ്രാം ആണ്. നമുക്ക് നോക്കാം. നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്പർ ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് ഓഫ് എന്താണ് എൻ്റർ എ നമ്പർ. ഓക്കെ, നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിച്ചു. അടുത്തത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഏതൊക്കെ നമ്പറാണ് പറഞ്ഞത്? 3ഉം 5ഉം. അതായത് 3ഉം 5ഉം വെച്ച് നമ്മൾ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 3ഉം 5ഉം വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട. അപ്പൊ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ. ഇഫ് നമ്മൾ കൊടുക്കുന്ന നമ്പറായ മോഡുലസ് എത്രയാണ്? 3 ഡബിൾ ഈക്വൽ ടു 0 ആണെങ്കിൽ, അത് മാത്രമല്ലല്ലോ അടുത്ത 5ന്റെയും ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ആൻഡ് നം മോഡുലസ് 5 ഡബിൾ ഈക്വൽ ടു 0. ഇൻഡന്റേഷൻ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു 15 കൊടുത്തെന്ന് ചെയ്ത് എന്റെ നമ്പർ 15 കൊടുക്കും. ഇപ്പൊ 15 3 വെച്ച് ഡിവിസിബിൾ ആണോ ആദ്യം ചെക്ക് ചെയ്യും കോഡ്. അപ്പൊ അത് കഴിഞ്ഞ് 15 5 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്തിട്ട് രണ്ടിന്റെ റിമൈൻഡർ വെച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത്. റിമൈൻഡർ ഈക്വൽ ടു ഈ 0. രണ്ട് സൈഡ് സെയിം ആയിട്ട് വരുമ്പോൾ റിമൈൻഡർ ഇപ്പൊ 0. ഇപ്പൊ ഈ 15 വെച്ചിട്ട് നോക്കാം. 15 ഡിവൈഡ് ബൈ 5 അതിന്റെ ഡിവിസിബിലിറ്റി ഓക്കെ ആണ്. അപ്പൊ ഡിവിസിബിൾ ആണ്. അപ്പൊ അതിന്റെ റിമൈൻഡർ വരുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. ഇപ്പൊ 15 ഡിവൈഡ് ബൈ 5 എത്ര? ആൻസർ 3. അതിന്റെ റിമൈൻഡർ എത്ര? 0 ആയിരിക്കും. അപ്പൊ 0 ഈക്വൽ ടു 0. അവ രണ്ട് സൈഡും ഈക്വൽ. ഇവിടെ അതുപോലെ 15/3 ആൻസർ 15. 5 വരും. ഓക്കെ, 5 വന്നിട്ട് അപ്പൊ റിമൈൻഡർ 0 വരും. അപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആയി. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് ഓഫ് ഈ ഡബിൾ കോട്സ് കൊടുത്തില്ല. ഡബിൾ കോട്സിനകത്ത് it is divisible. It is divisible by 3 and 5 എന്ന് കൊടുക്കാം. അത് അല്ല, നമ്മൾ കൊടുത്ത നമ്പർ ഡിവിസിബിൾ അല്ല എന്നുള്ളെങ്കിൽ വരേണ്ടത് print of it is not divisible by 3 and 5. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 15 കൊടുത്ത് നോക്കാം ഡിവിസിബിൾ ആണോ ഇല്ലെന്ന്. ഓക്കെ, ഡിവിസിബിൾ ആണ്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 and 5. ഇനിയിപ്പോ വേറൊരു നമ്പർ നമുക്ക് റൺ ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. 25 കൊടുത്തു നോക്കാം. 25. ഓക്കെ, അത് ഡിവിസിബിൾ അല്ല. അപ്പം ഇതുപോലെ നമുക്ക് ആ കോഡിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി നോക്കുക. എന്താണ് നമുക്ക് വേണ്ടത് അത് ഇഫ് വെച്ചിട്ട് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യുക, കോഡ് റൈറ്റ് ചെയ്യുക, എന്നിട്ട് മാറി റൺ ചെയ്ത് നോക്കുക. ഓക്കെ.